ഹലോ, വെൽക്കം ടു ദ ഫൈനൽ ഡേ ഓഫ് അവർ ടർക്കി ട്രിപ്പ്. ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കിനും ആർക്കും ഒരു എനർജി ഇല്ല. തിരിച്ചു പോയിട്ട് വീണ്ടും നാളെ തൊട്ട് ജോലിക്ക് പോകണമെന്നുള്ളൊരു വിഷമമായിരുന്നു. കിച്ചുവിൻ്റെ ബഹളം കാരണമാണ് നമ്മളൊരു പൂളുള്ള അപ്പാർട്ട്മെൻറ്റ് എടുത്തത്. പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്കിനും ആർക്കും കുളിക്കാൻ വയ്യ. രാവിലെ വേറെ ഷോപ്സ് ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മളൊരു പേസ്ട്രി ഷോപ്പിൽ നിന്ന് പപ്സ് പോലത്തെ ഒരു ഐറ്റവും ടർക്കിഷ് കോഫിയും കുടിച്ചു. ഫെത്തിയിലെ മെയിൻ ആയിട്ടുള്ളൊരു ഓൾഡ് ടൗൺ മാർക്കറ്റാണ് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങാടിക്കടകൾ പോലെ തന്നെ അവരുടേതായിട്ടുള്ള എന്തൊക്കെയോ കൂട്ടുകളും സ്പൈസസും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടേതായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉള്ള പല പല കടകളുള്ളൊരു പക്ക ഒരു മാർക്കറ്റ് ഏരിയ ആയിരുന്നു. അടുത്ത് നമ്മൾ പോകുന്നത് ഫെത്തിയുടെ തന്നെ മെയിൻ ആയിട്ടുള്ളൊരു കോസ്റ്റൽ ലൈനിലോട്ടാണ്. ഇവിടെ സെയിലിങ്ങും ഫിഷിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ബോട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരുപാട് ഷോപ്സും മാർക്കറ്റ്സും പിന്നെ കോസ്റ്റൽ ഏരിയ ഒക്കെ വരുന്നതുകൊണ്ട് ഇത് ഫെത്തിയുടെ ഒരു മെയിൻ സെൻട്രൽ ഏരിയ ആണെന്ന് തന്നെ പറയാം. നല്ല ക്ലൈമറ്റും ക്ലിയർ സ്കൈയും ഒക്കെ കൂടെ നമുക്കൊരു നല്ല പോസിറ്റീവ് വൈബ് തരുന്നൊരു സ്ഥലമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഫെത്തിയുടെ ഒരു ഫുൾ ഏരിയ കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. നല്ല ടോപ്പിലാണിതുള്ളത്. നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ ഇവിടെ കുറച്ച് സീറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈവനിങ് ടൈമൊക്കെ എല്ലാവർക്കും വന്നിരുന്ന് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫെത്തിയുടെ തന്നെ വൺ ഓഫ് ദ ഐക്കോണിക് ലാൻഡ്മാർക്സ് ആയിട്ടുള്ള അമിൻദാസ് റോക്ക് ടോംബാണ്. സാധാരണയായി കണ്ടുവരുന്ന ടോംബിലും വ്യത്യാസമായിട്ട് മലയുടെ കുത്തനെയുള്ള പാറച്ചരിവിലാണ് പല കല്ലറുകളും കൊത്തിയിട്ടുള്ളത്. നമ്മുടെ KSRTC പോലെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളാണിത്. ഇനി നമുക്ക് വേഗം എയർപോർട്ടിലോട്ട് എത്തണം. നമ്മൾ റെൻ്റ് കാറൊക്കെ തിരിച്ചു കൊടുത്ത് അതിൻ്റെ പേയ്മെൻ്റ് എല്ലാം സെറ്റിൽ ചെയ്തിട്ട് വേണം നമുക്ക് എയർപോർട്ടിലോട്ട് കയറാനായിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു. അങ്ങനെ നമ്മൾ ടർക്കിയോട് യാത്ര പറഞ്ഞ് ലണ്ടനിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ടർക്കിയിലെ വിശേഷങ്ങൾ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.